ഇത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ 4 വർഷം സൈറ്റ് വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഡിഗ്രികൾ ഈ PhD വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ സൈറ്റിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുണ്ടാകും. പല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസത്തിൽ നമുക്കൊരു 3-4 മണിക്കൂർ ഉറക്കാൻ പറ്റുള്ളൂ. ഉറക്കത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനെങ്കിൽ എത്താൻ പറ്റും. ഒരു 4 മണിക്കൂർ തുടങ്ങിയാലും സത്യത്തിലാണ്. അപ്പൊ അതിനുള്ള ധാരണയാണ്. കാരണം കയ്യിൽ തടിയില്ല, നമ്മൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ ഒരു 4 മണിക്കൂർ ഉറങ്ങാൻ സൈറ്റ് ചെയ്യാം. PhD ചെയ്യുമ്പോൾ നമുക്ക് 2 മണിക്കൂർ ദിവസം വർക്ക് ചെയ്താൽ മതി. ആ 2 മണിക്കൂർ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 4-5 വട്ടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PhD വരും. പിന്നെ ഞാൻ ഇത് മുഴുവൻ റെഗുലർ നിങ്ങളെ പോലെയുള്ള പിള്ളേരുടെ കൂടെയായിരുന്നു ഞാൻ എല്ലാം ചെയ്തിരുന്നത്. കാരണം വൈദ്യുതിക്ക് ഞാൻ ആദ്യം കയറും. അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഒപ്പമുള്ള സ്റ്റുഡൻസ്, അതായത് സബ്ജക്ട് കിട്ടുന്നവരെ എന്റെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് സാറിന് സമയമില്ലാത്ത കാരണമാണ് ഇങ്ങനെ ജയിച്ചു പോണത്. നിങ്ങളെ പോലെ സമയം ഉണ്ടെങ്കിൽ സാറ് കൊടുക്കുന്ന വഴി. അപ്പൊ അങ്ങനെ പഠിക്കാനിരിക്കുന്ന ആ 2 മണിക്കൂർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. സമയം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് 10 മണിക്കൂർ കിട്ടിയാൽ 2 മണിക്കൂറിന്റെ യൂട്ടിലൈസേഷൻ നടക്കില്ല. അത് ഇല്ലാതെ നമുക്ക് കിട്ടിയ സമയം മുഴുവൻ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഡിപ്ലോമയ്ക്ക്